വാസുദേവായ. ശ്ലോകം 51. ഏകദാ ഭഗിനീതസ്യ സദ്ഗൃഹേ സ്വേച്ഛയാഗതാ തദഗ്രേ കഥിതം സർവം ചിന്തേയം മഹതീഹി മേ. ഏകദാ ഭഗിനീതസ്യ തദ്ഗൃഹേ സ്വേച്ഛയാഗതാ തദഗ്രേ കഥിതം സർവം ചിന്തേയം മഹതീഹി മേ. ശ്ലോകം 52. ദുർബലാതേന ദുഃഖന ഹനുജേ കരവാണികിം സാ ബ്രവീൻ മമ ഗർഭോസേ തം ദാസ്യാമി പ്രസൂദിതഃ. ദുർബലാതേന ദുഃഖേന ഹനുജേ കരവാണികിം സാ ബ്രവീൻ മമ ഗർഭോസേ തം ദാസ്യാമി പ്രസൂദിതഃ. 53. താവത്കാലം സഗർഭേവ ഗുപ്താതിഷ്ഠഗൃഹേ സുഖം വിത്തം തം അൽപതേത്യച്ഛ സദേ ദാസ്യതി ബാലകം. താവത്കാലം സഗർഭേവ ഗുപ്താതിഷ്ഠഗൃഹേ സുഖം വിത്തം തം അൽപതേര്യച്ഛ സദേ ദാസ്യതി ബാലകം. സഖിയോട് സംഭാഷണം ചെയ്ത ശേഷം അനുജത്തിയുമായി ഉണ്ടായ സംഭാഷണത്തെ പറയുന്നു. ഒരു ദിവസം ഇവളുടെ അനുജത്തി കാര്യമൊന്നുമില്ലാതെ തന്നെ ജ്യേഷ്ഠത്തിയുടെ ഗൃഹത്തിൽ വന്നു. അവളോട് വർത്തമാനമെല്ലാം സത്യമായിട്ടും പറഞ്ഞു. ഭർത്താവിനെ വഞ്ചിപ്പാനായിട്ട് മാമ്പഴം ഭക്ഷിച്ചുവെന്ന് പറഞ്ഞത് ആലോചിച്ച ഞാൻ വല്ലാതെ ദുഃഖിക്കുന്നു. ആ ദുഃഖനിമിത്തം എനിക്ക് യാതൊന്നും പ്രവർത്തിക്കാൻ ശക്തിയില്ലാതെ വന്നിരിക്കുന്നു. അനുജത്തി, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അനുജത്തി പറഞ്ഞു, ജ്യേഷ്ഠത്തി വ്യസനിക്കേണ്ട, മാർഗം ഞാൻ പറയാം. എനിക്കിപ്പോൾ ഗർഭമുണ്ട്. പ്രസവിച്ച ശേഷം ആ ശിശുവിനെ നിനക്ക് ഞാൻ തരാം. ആ കാലം വരെ നീ ഗർഭിണിയാണെന്ന് നടിച്ചുകൊണ്ട് ആരെയും കാണാതെ വീട്ടിൽ സുഖമായിട്ട് ഒളിഞ്ഞ് ഇരുന്നു കൊള്ളുക. എന്നാൽ എൻ്റെ ഭർത്താവ് കൂടി അതിനനുവദിക്കണമല്ലോ. അതിനു വേണ്ടിയിട്ട് നീ അദ്ദേഹത്തിന് കുറെ പണം കൊടുക്കുക. എന്നാൽ അദ്ദേഹം നിനക്ക് ശിശുവിനെ തരും. ശ്ലോകം 54. ഷണ്മാസികോ മൃദോ ബാല ഇതി ലോകോ വദിഷ്യതി തം ബാലം പോഷയിഷ്യാമി നിത്യമാഗത്യതേ ഗൃഹേ. ഷണ്മാസികോ മൃദോ ബാലേ ഇതി ലോകോ വദിഷ്യതി തം ബാലം പോഷയിഷ്യാമി നിത്യമാഗത്യതേ ഗൃഹേ. എൻ്റെ ബാലനെക്കുറിച്ച് ജനങ്ങൾ അന്വേഷിക്കുമ്പോൾ 6 മാസം ജീവിച്ചു കിടന്ന് അതിൽ പിന്നെ മരിച്ചുവെന്നും ഞാൻ പറയാം. അതിനെ അനുസരിച്ച് ജനങ്ങളും പറയും. ആ ബാലകനെ നിന്റെ അരുകത്ത് കൊണ്ടുവന്നു തരാം. നിത്യവും ഞാൻ നിന്റെ ഗൃഹത്തിൽ വന്ന് കുട്ടിയെ രക്ഷിക്കുകയും ചെയ്യാം. ശ്ലോകം 55. ബലമർപ്പയധേനൈത്വം പരീക്ഷാർത്ഥം ദുസാമ്പ്രതം തത്തഥാ ചരിതം സർവം തദേവ ശ്രീ സ്വഭാവത. ബലമർപ്പയധേനൈത്വം പരീക്ഷാർത്ഥം ദുസാമ്പ്രതം തത്തഥാ ചരിതം സർവം തദേവ ശ്രീ സ്വഭാവത. ഈ ബലം ഭക്ഷിച്ചാൽ ഗർഭം ധരിക്കുമോ എന്ന് പരീക്ഷിപ്പാൻ ഇപ്പോൾ പശുവിന് ബലത്തെ സമർപ്പിക്കുകയെന്ന് അനുജത്തി പറഞ്ഞതനുസരിച്ച് സ്ത്രീകൾക്ക് സഹജമായുള്ള ദോഷബുദ്ധിയുടെ പ്രേരണയാൽ എല്ലാം വേണ്ടതുപോലെ ചെയ്തു. ശ്ലോകം 56. അധകാലേന സാ നാരി പ്രസൂത ബാലകം തദാ ആനീയ ജനഗോപാലം രഹസ്യേ ദുന്ദലീം ദദോ. അധകാലേന സാ നാരി പ്രസുതാ ബാലകം തദാ ആനീയ ജനഗോപാലം രഹസ്യേ ദുന്ദുലീം ദദോ. അനന്തരം അനുജത്തി പ്രസവകാലമായപ്പോൾ ബാലകനെ പ്രസവിച്ചു. 6 മാസം വളർത്തി. ജ്യേഷ്ഠത്തിയോ ഗർഭമില്ലാത്ത കാരണത്താൽ പ്രസവിച്ചതുമില്ല. ഈ അവസരത്തിൽ അനുജത്തിയുടെ ഭർത്താവ് ബാലകനെ ആരും അറിയാതെ കൊണ്ടുവന്ന് ജ്യേഷ്ഠത്തിക്ക് കൊടുത്തു. ശ്ലോകം 57. തയാ ജഗതിദം ഭർത്രേ പ്രസൂത സുഖമർഭക ലോകസ്യ സുഖമുത്പന്നം ആത്മദേവ പ്രചോദയാത്. തയാ ജഗതിദം ഭർത്രേ പ്രസൂത സുഖമർഭക ലോകസ്യ സുഖമുത്പന്നം ആത്മദേവ പ്രചോദയാത്. ഉടനെ തുന്തിലി ഭർത്താവിനോട്, ഞാൻ സുഖമായി പ്രസവിച്ചു, പ്രസവവേദനയോ മറ്റോ
ദുഃഖമോ ഒന്നുമുണ്ടായില്ല എന്ന് പറഞ്ഞു. ആത്മദേവൻ സന്താനമുണ്ടായി എന്നറിഞ്ഞ് ജനങ്ങളെല്ലാവരും സന്തോഷിച്ചു. ഇത്രയും വ്യാജം എങ്ങനെ ഭർത്താവിനെ ബോധ്യപ്പെടുത്തി എന്നുള്ള ശങ്കയുണ്ടാവാം. ദുഷ്ടസ്ത്രീ ചരിതം അറിവാൻ കഴിയാത്ത ഒന്നാണെന്ന് മാത്രമേ അതിന് സമാധാനമുള്ളൂ. ശ്ലോകം 58. ദദോദാനം ദ്വിജാതിഭ്യോ ജാതകർമ്മവിദായ ഗീതവാദിത്രഘോഷോഭൂത് തദ്വാരേ മംഗളം ബഹോ. ദദോദാനം ദ്വിജാതിഭ്യോ ജാതകർമ്മവിദായ ഗീതാവാദിത്രഘോഷോഭൂത് തദ്വാരാ മംഗളം ബഹോ. ദദോദാനം ദ്വിജാതിഭ്യോ ജാതകർമ്മവിദായ ഗീതാവാദിത്രഘോഷോഭൂത് തദ്വാരേ മംഗളം ബഹോ. പുത്രന് ജാതകർമ്മം ചെയ്തു, ബ്രാഹ്മണർക്ക് വേണ്ടും വിധം ദാനം ചെയ്തു. ആത്മദേവന്റെ ഗൃഹത്തിൽ പാട്ട്, വാദ്യം മുതലായ മംഗളാഘോഷങ്ങൾ പലതുമുണ്ടായി. ശ്ലോകം 59. ഭർതൃരാഗ്രേ ബ്രവീവാക്യം സന്യം നാസി കുജേ മമ അന്യസ്തന്യേന ദുർദുഗ്ധ കഥം പുഷ്ണാമി ബാലകം. ഭർതൃരാഗ്രേ ബ്രവീവാക്യം സന്യം നാസി കുജേ മമ അന്യസ്തന്യേന നിർദുഗ്ധ കഥം പുഷ്ണാമി ബാലകം. ശ്ലോകം 60. മത്സസായ പ്രസൂതായ മൃദോ ബാലസ്തു വർത്തതേ താമാകാരഗൃഹേ രക്ഷ സാദേർഭകം പോഷയിഷ്യതി. മത്സസായ പ്രസൂതായ മൃദോ ബാലസ്തു വർത്തതേ താമാകാരഗൃഹേ രക്ഷ സാദേർഭം പോഷയിഷ്യതി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തവ പാദാരവിന്ദം ശരണാഗതം വാസുദേവം ജഗത്സർവം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തവ പാദാരവിന്ദം ശരണാഗതം വാസുദേവം ജഗത്സർവം.